ഗുഡ് ഈവനിങ് ഡേയ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. അതെ, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നുണ്ടായിരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ. ഇന്ന് US നിന്ന് അവിടുത്തെ സെൻട്രൽ ബാങ്ക് അവിടുത്തെ പലിശ നിരക്ക് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ US മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. ആ ഒരു ഫിയർ കാരണം യൂറോപ്യൻ മാർക്കറ്റ് എസ്പെഷ്യലി ജർമ്മൻ മാർക്കറ്റെല്ലാം തന്നെ 1.5% ഒരു ഇടിവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റോ ഇന്ന് രാവിലെ ഫസ്റ്റ് സെക്ഷനിൽ ക്ലോസ് ചെയ്ത ഏഷ്യൻ മാർക്കറ്റോ വലിയൊരു പോസിറ്റിവിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് അങ്ങനെയായിരുന്നില്ല. ഇന്നും ഇന്ത്യൻ മാർക്കറ്റ് 93 പോയിന്റ് റാലി രേഖപ്പെടുത്തി 25,300 ഇപ്പോൾ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. US ഇന്ത്യ വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കും, അത് പോസിറ്റീവ് ആകും എന്നുള്ള ആ ഒരു പോസിറ്റിവിറ്റി കാരണം എസ്പെഷ്യലി ടെക്സ്റ്റൈൽ മേഖല കിറ്റക്സ് ഒക്കെ ഇന്ന് UC പോയിട്ടുണ്ടായിരുന്നു. KPR മിൽസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് ഇന്നലെ മുതൽ റാലിയും ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു റാലിയിൽ ഒട്ടുമിക്ക എല്ലാ ഇൻഡെക്സ് ഹെവി കമ്പനീസും അതിൽ പങ്കാളിയായിരുന്നു. എസ്പെഷ്യലി PSU കമ്പനീസ്, PSU ബാങ്ക് ആയിട്ടുള്ള SBN ഏകദേശം 3% ഒരു റാലി കണ്ടു. റിലയൻസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡിഫൻസ് സ്റ്റോക്കുകളും പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. ഓട്ടോമൊബൈൽ സെക്ടറും എസ്പെഷ്യലി മഹേന്ദ്രയും അതല്ലെങ്കിൽ മാരുതിയുടെ എല്ലാം തന്നെ പുതിയ കാറിൻ്റെ ലോഞ്ച് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഫോൾ ആയിട്ടുള്ള മിഡ് ക്യാപ് കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഡ്രീം ഫോക്കസ് സർവീസ് അവർ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്റർനാഷണൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡൊമസ്റ്റിക് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ന്യൂസ് സ്റ്റോക്ക് ഫോൾ ആയിട്ടുണ്ട്. എന്നാൽ പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനി വേറെ ഓപ്പോസിറ്റ് ന്യൂസാണ് ഉണ്ടായിരുന്നത്. അവരുടെ തെലങ്കാനയിലുള്ള പ്ലാന്റിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സ്ക്ലൂഷൻ ക്ലോഷർ നോട്ടീസ് കൊടുത്തിരുന്നു. അത് അവർ മാറ്റിയതിനെ തുടർന്ന് സ്റ്റോക്ക് ഇന്ന് 11% റാലി രേഖപ്പെടുത്തി. ഈ രണ്ട് ന്യൂസുകളും നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയാണ് നമ്മുടെ പ്രീ മാർക്കറ്റ് സെക്ഷൻ ഉള്ളത്. 7:00 മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഉണ്ട്. ഇനി IPL വരാണെങ്കിൽ അർബൻ കമ്പനി ഇന്ന് മികച്ച ഒരു മുന്നേറ്റം കൈവരിച്ചു. നല്ല രീതിയിലുള്ള ലിസ്റ്റിംഗും കിട്ടി. ശ്രീനഗർ ഹൗസിങ്ങും മോശമല്ലാത്ത ലിസ്റ്റിംഗും കിട്ടി. ഈ ഒരു റാലിയിൽ ഈ ഇന്ത്യ US വ്യാപാരം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറയുന്നത് ഈ 2 lakh crores ആണ് 2 lakh crores ആണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പുതിയൊരു GST ന്യൂ റെജീം കാരണം ഈ എക്കണോമിയിലേക്ക് ഇൻഫ്ലോ വരുന്നത്. കണക്കുകൾ കൃത്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് 2018 ഫിനാൻഷ്യൽ ഇയറിൽ 7 lakh ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് 22 ലക്ഷം കോടി രൂപയിലേക്ക് വന്നു. ഈ GST ഫയൽ ചെയ്യുന്നത് 65 ലക്ഷം പേരിൽ നിന്ന് 1.5 കോടിയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് മികച്ചൊരു മുന്നേറ്റം തന്നെയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ GST ഫയൽ ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ITRും അതുപോലെ തന്നെയാണ്. ഇന്നലെയായിരുന്നു റിവേഴ്സ്ഡ് ഡെഡ് ലൈൻ ഉണ്ടായിരുന്നത്. കൂടുതൽ ആളുകളും ഇനി ITR ഫയൽ ചെയ്തും. കാരണം എന്താ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ മുതൽ 12 lakhs ആണ് നമ്മുടെ സ്ലാബ്. ഈ GSTക്കും അതുപോലെ തന്നെയാണ്. പല മാറ്റങ്ങളും ഇന്ത്യൻ ഗവൺമെൻറ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അതിലൂടെ തന്നെ ഈ താരിഫ് നമ്മളുടെ ആ ഒരു റാലിക്ക് കുറച്ചും കൂടി ഒരു സ്വീറ്റ് ആഡ് ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ താഴെ ട്രേഡ് ചെയ്യുന്ന ഇപ്പോൾ കാണാം നാസ്ഡാക്കും ഡോയെല്ലാം തന്നെ ഞാനൊരു റെഫറൻസിന് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. അതായത് നെഗറ്റീവ് ആയിരുന്നു ഇന്നലെ ക്ലോസിങ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏറ്റവും താഴേന്ന് ഒരു 3-ാമത് തൊട്ടാണ്. ജർമ്മൻ UK ഫ്രാൻസ് മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. ഇന്ത്യ വിക്സ് ഇന്ന് 0.68% ഫോളോ ചെയ്തു. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഏറ്റവും ടോപ്പിൽ നിന്ന് 3-ാമത് ഗോൾഡ് $18 ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ തവണ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ഗോൾഡൊക്കെ സ്ലൈറ്റ്ലി ഒന്ന് ഫോളോ ആകുന്നത്. നിഫ്റ്റിയിൽ നിന്ന് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, SBI, ഭാരത് ഇലക്ട്രോണിക്സും, മാരുതി, കൊട്ടാക് ബാങ്ക് എല്ലാം തന്നെ ശക്തമായ മുന്നേറ്റം. ബജാജ് ഫിൻസർവ്, ITC, HDFC ലൈഫ്, ടൈറ്റാൻ, ഇൻഡൽകോ തുടങ്ങിയ കമ്പനീസിൽ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നമ്മൾ കളക്ട് ചെയ്ത സ്റ്റോക്കുകളുടെ വാർത്തകളാണ്. നമ്മുടെ കൊച്ചി ഓഫീസിൽ ഒരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് നഷ്ടമാവുന്ന ആ ഒരു എമൗണ്ടിൽ നമുക്ക് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കമ്മോഡിറ്റിയും, ഇനി നമുക്ക് ക്രിപ്റ്റോ പഠിക്കണമെങ്കിൽ അതും ഓഫ്ലൈനായിട്ടുണ്ട്. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടുമുണ്ട്. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ബന്ധപ്പെടുക. കുറഞ്ഞ ഫീസിൽ നമുക്കിത് പഠിച്ചെടുക്കാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം MCX ആണ്. MCXനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് സെബി ബാങ്ക് പെൻഷൻ ഫണ്ട് ഈ കമ്മോഡിറ്റി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസാണ് MCXനെ സംബന്ധിച്ചുള്ളത്. വേദാന്ത കമ്പനി ഇന്ന് സ്ലൈറ്റ്ലി ഫോൾ രേഖപ്പെടുത്തി. പ്രധാന കാരണം ഇവരുടെ ഈ ഒരു ഡീമർജർ ഗവൺമെൻറ് ഒരു ഒബ്ജക്ഷൻ റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാരണം കൊണ്ടാണ്. ലുപ്പിൻ പുതിയ മെഡിസിന് അംഗീകാരം കൊടുത്തു. രക്താർബുദം
ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിനാണ് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തത്. VR ഗോയൽ ഇൻഫ്ര കമ്പനി അവർക്ക് 1443 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. പവർ ഗ്രിഡ് കമ്പനി ഇവർക്ക് UP MP നിന്ന് ഇന്റർ ട്രാൻസ്മിഷൻ പ്രൊജക്റ്റിൻ്റെ ഓർഡർ ലഭിച്ചു. യഥാർത്ഥ ഹോസ്പിറ്റൽ കമ്പനി ഇവരുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ 30% മെയിൻറ്റെയിൻ ചെയ്തു. Paytm കമ്പനി ഇവരുടെ പോസ്റ്റ് പെയ്ഡ് പ്ലാന് ഇവർ UP പോസ്റ്റ്, അതായത് ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് കാശ് തന്നാൽ മതി എന്നുള്ള പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളെല്ലാം തന്നെ Paytm ആരംഭിച്ചു. AVL അഗ്രോ ബിസിനസ് കമ്പനി ഇവർ ലെൻസ് PTAയിൽ 20% സ്റ്റേക്ക് അക്യൂർ ചെയ്ത ആ ഒരു തീരുമാനം ചൈന അപ്രൂവൽ കൊടുത്തു. JSW സ്റ്റീൽ കമ്പനി എക്കണോമിക് സ്റ്റേറ്റ് HCCPTAയിൽ ഇവരുടെ നിക്ഷേപം വർദ്ധിപ്പിച്ചു. റെയിൽടെൽ കമ്പനിക്ക് 105 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ലാൻഡ്മാർക്ക് കാർ കമ്പനി ഇവർ കൊൽക്കത്തയിലുള്ള കിയ ഷോറൂമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കൺസോളിഡേറ്റഡ് കൺസ്ട്രക്ഷൻ കമ്പനി 180 കോടി രൂപയുടെ ഓർഡർ കിട്ടി. TVS മോട്ടോഴ്സ് ടാൻസാനിയയിൽ ഇവർ TVS കിങ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിന് 300 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഹാവൽസിൻ്റെ അൽവാറ പ്ലാന്റ്, ആ പ്ലാന്റ് നിലവിലെ പ്ലാന്റാണ്, അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനം എടുത്തിട്ടുണ്ട്. L&T മൈൻട്രി കമ്പനി ഇവർ ഷോപ്പിഫൈ എന്ന് പറഞ്ഞ e-commerce കമ്പനിയായിട്ട് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. പർസ്വാന്ത് ഡെവലപ്പേഴ്സ് കമ്പനി നോയിഡയിൽ 8 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്ത് റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പവന ഇൻഡസ്ട്രീസ് കമ്പനി തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചറായിട്ട് പുതിയ പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എറ്റേണൽ കമ്പനി മേക്ക് മൈ ട്രിപ്പായിട്ട് കൊളാബ് ചെയ്തിട്ട് ട്രെയിനിൽ ഫുഡ് കൊടുക്കാനായിട്ട് ധാരണയായി. TCS കമ്പനി ക്വിൽക്കമായിട്ട് പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടു. PNB ഹൗസിങ്ങിന് പുതിയ CEO അടുത്ത 2 ആഴ്ചക്കകം വരുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് രാവിലെ ഡിസ്കസ് ചെയ്യാം. എങ്കിലും ഇന്ന് നമ്മൾ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് വലിയ ഒരു റിസ്ക് എലമെൻ്റ് ഉള്ളതാണ്. നമുക്ക് മേ ബി നാളെ മാർക്കറ്റ് ഫ്ലാറ്റ് ആയേക്കാം. അപ്പോൾ നമ്മൾ പൊസിഷൻ ഹോൾഡ് ചെയ്ത ആളുകൾക്ക് തോന്നാം ഈ US ഇൻട്രസ്റ്റ് തീരുമാനം വലിയൊരു ഈവൻ്റ് അല്ലല്ലോ, ഞാൻ പ്രോഫിറ്റ് ആയല്ലോ എന്ന് തോന്നാം. പക്ഷേ ഭൂരിഭാഗം സമയത്തും ഇത്തരം ഈവൻറ്റുകൾ ഉണ്ടാകുന്നത് അനുസരിച്ച് US മാർക്കറ്റ് റിയാക്ട് ചെയ്യുകയും അതുവഴി നിഫ്റ്റിയിൽ വലിയ മാറ്റങ്ങൾ വരികയും നിഫ്റ്റി നാളെ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴായിട്ടും പറയുന്നത് ഈ വലിയ ഈവൻറ്റുകളുള്ള സമയത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് മാറി നിൽക്കുക. അത് നമുക്ക് ഒട്ടും തന്നെ നഷ്ടമുണ്ടാക്കുന്ന കാര്യമല്ല. കാരണം ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്കൊരു അവസരം കിട്ടുമ്പോൾ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി അവസരം ഇല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഒരു മോശം ട്രേഡിൽ ചെയ്ത് ആ ട്രേഡിൽ നിന്ന് ഒരു ലോസ് ഉണ്ടാക്കുന്നത് ഒഴിവാക്കപ്പെടുന്നത് ഒരു പ്രോഫിറ്റ് എടുത്ത പോലെയാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അപ്പോൾ കൃത്യമായിട്ടത് നമുക്ക് മനസ്സിലാക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ളതും ഇത്തരം ഈവൻറ്റുകളിൽ എല്ലാം തന്നെ ട്രേഡ് എടുത്ത് വലിയ സ്റ്റക്കായി ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ വലിയ ലോസ് വരുത്തുകയാണ് പതിവ്. അപ്പോൾ ഞാൻ ഇത്ര വലിയ ഒരു പ്രശ്നമായിട്ടൊന്നും അല്ലെങ്കിൽ വലിയൊരു ഈവൻ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വലിയ ഈവൻ്റ് തന്നെയാണ്. മേ ബി അത് ഫ്ലാറ്റും ആയേക്കാം. എനിവേ, ഇങ്ങനെ ഈവൻ്റ് ഉള്ള ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുന്നത് നല്ലൊരു തീരുമാനം തന്നെയാണെന്നുള്ളതാണ് വീണ്ടും അടിവരയിട്ട് പറയുന്നത്. ശുഭരാത്രി. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് എത്താം. താങ്ക് യു.